നമസ്കാരം, ഗ്ലോബൽ മെയിലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്, ജെറി. നമ്മുടെ കൂടെ താമസിക്കുന്നതന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ. ഡ്രൈവിംഗ് ഇഷ്യൂസ്. യു കെയിൽ വരുന്ന ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ യു കെയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുണ്ട്, ജോലിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം യു കെയിൽ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചറിൽ നിന്ന് യു കെയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഒരു കൾച്ചറൽ ഷോക്കാണ് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്നതെന്നും, അതേപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നും, പിന്നെ ആൾക്കാർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളുടെ ഒരു ജനറൽ അവയർനെസ് പോലെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇന്നത്തെ ഒരു ചെറിയ പോഡ്കാസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ജെറി, സ്വാഗതം. ഹായ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ജെറി, എന്താണ് തോന്നുന്നത്, നാട്ടിൽ നിന്ന് വരുന്ന ഒരു സമയത്ത്, നമ്മൾ ആദ്യമായിട്ട് വന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് വണ്ടി ഓടിക്കണം എന്ന് തോന്നിയ സമയത്ത് എന്തായിരുന്നു ആദ്യം? അത് വളരെ വ്യത്യാസമാണ്. നമ്മൾ നാട്ടിൽ വണ്ടി ഓടിച്ച്, ഞാൻ ഏകദേശം ഒരു 14 കൊല്ലത്തോളം വണ്ടി ഓടിച്ചിട്ടുണ്ട്, 18 വയസ്സ് തൊട്ട് നാട്ടിൽ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഓടിച്ച് കണ്ടതും, പിന്നെ നമ്മൾ പയ്യെ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഓടിച്ച് വരുന്നതായിട്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പം ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം റോഡ് സൈൻസ് ആയാലും, നമ്മളിപ്പം നാട്ടിൽ ഏകദേശം ഒരു 40 റോഡ് സൈൻസ് ആണ്, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ്. അപ്പം 40 റോഡ് സൈൻസ് ആകെ നമ്മുടെ നാട്ടിലുള്ളൂ. പക്ഷേ യു കെ അപേക്ഷിച്ച് ഏകദേശം ഒരു 100-ലധികം റോഡ് സൈൻസ് ഉണ്ട്. അപ്പം നമ്മളിത് ആദ്യമേ നമ്മളിവിടെ തിയറി പാസ്സാകും. അപ്പൊ അത് തന്നെ പകുതി കുറെ കാര്യങ്ങൾ കവർ ചെയ്യും. ഒത്തിരി വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരുപാട് വ്യത്യാസങ്ങൾ എന്നല്ല, സൈന് ആഡാവും ഒത്തിരി. ഈ 40 അല്ലാതെ, നമുക്ക് ഈ നാട്ടിലുള്ള 40 അല്ലാതെ 40+ ഒരുപാട്, അത് ഇരട്ടിയിലധികം സയൻസ് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കുക എന്നുള്ള കുറച്ച് പാടാണ്. അതുപോലെ എക്സാമ്പിൾ ആണ് ഈ റൗണ്ട് അബൌട്ടിന്റെ സൈൻ 2 ഉണ്ട്. മിനി റൗണ്ട് അബൌട്ടും റൗണ്ട് അബൌട്ടും ഉണ്ട്. അപ്പം അത് തമ്മിൽ തിരിച്ചറിയാൻ തന്നെ കുറച്ച് സമയം എടുത്തു എനിക്ക്. എന്റെ പെർസ്പെക്റ്റീവ്, എല്ലാവർക്കും വരുന്ന ആളുകൾക്കെല്ലാം ഇനീഷ്യലി നമുക്കത് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ജനറൽ ഓവർവ്യൂ പറഞ്ഞാല്, ഞാൻ 2020 വന്നു, ജെറി 2022 വന്നു, സെപ്റ്റംബർ. സോ ഞാൻ നാട്ടിൽ 18 വയസ്സ് മുതൽ വണ്ടി ഓടിക്കുകയായിരുന്നു. യു കെ വന്നിട്ട് ലൈസൻസ് എടുത്ത് ഇപ്പം എൻ്റെ 3ാമത്തെ വർഷം ആവുന്നു, 2.5 വർഷം കഴിഞ്ഞു യു കെ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട്. ജെറി വന്നിട്ട് പ്രൊഫഷണൽ ലൈസൻസ് എടുത്ത് തിയറി ടെസ്റ്റ് എഴുതി ഇപ്പം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെൻ്റ് ആയിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ റൂൾസുകളെല്ലാം നല്ല ബ്രഷ്ഡപ്പാണ്. ടഫാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഈ പറയുന്ന ആദ്യം നമ്മൾ വന്നു കഴിയുമ്പം ഞാൻ ജനറൽ റൂൾ എന്ന് പറയാം. യു കെ ഇന്ത്യ വേഴ്സസ് റിലേറ്റഡ് ജനറൽ റൂൾ പറഞ്ഞിട്ട് നമ്മൾ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് പറയാം. യു കെയിലും ഇന്ത്യയിലും റൈറ്റ് ഹാൻഡ് ഡ്രൈവറാണ്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവർ എങ്ങനെ പറയുന്നത്, ഡ്രൈവർ ഇരുന്ന് ഓടിക്കുന്ന സ്ഥലം റൈറ്റ് സൈഡിലാണ്. അപ്പം അങ്ങനെ ആ സെയിം സിസ്റ്റം യു കെയിലും ഇന്ത്യയിലും ഒരേ സ്ഥലത്ത് തന്നെയാണ് ആൾക്കാർ ഇരിക്കുന്നതും, ഒരേപോലെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കോളനി ആയിരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഫോളോ ചെയ്തത് യു കെയുടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നവർക്ക് കാനഡയ്ക്ക് പോകുന്ന പോലെ ഒരു ഡിഫിക്കൽട്ടി ഇല്ല. ലൈനും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ, നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ പെർഫെക്റ്റ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം യു കെയിൽ വരുന്ന ആളുകൾക്ക് ഒരു പോസിറ്റീവ് ഹാൻഡ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഓടിച്ചോ അതുപോലെ തന്നെ അത് റൂൾ അല്ല, ഐ മീൻ ജനറൽ റൂള് സെയിം ആണ്, ജനറൽ ബേസിക് പ്രിൻസിപ്പിൾ സെയിം ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, യു കെയിൽ വരുന്ന ഒരാൾക്ക് ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1 വർഷം ലൈസൻസ് ഇല്ലാതെ തന്നെ വണ്ടി ഓടിക്കാം. അത് ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും വേണ്ട, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മതി. 1 വർഷം വണ്ടി ഓടിക്കാം. ഈ 1 വർഷം കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരുപാട് ഡിഫറൻസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാൻ ജനറൽ റൂളാണ് പറയുന്നത്. 1 വർഷത്തിന് ശേഷം ഇവിടെ യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പ്രൊവിഷണൽ അപ്ലൈ ചെയ്യണം. അതെങ്ങനെ പറഞ്ഞു പോവാം. അപ്പം ഇനി എൻ്റെ കേസ് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ വന്ന 1 കൊല്ലം വണ്ടി എടുത്തില്ല, സാമ്പത്തികമായിട്ട് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഫീസൊക്കെ അടയ്ക്കണമായിരുന്നു. ഞാനും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 1 കൊല്ലം എടുത്തില്ല. പിന്നെ എടുക്കണം എന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു സമയം പോയി. പിന്നെ നമ്മൾ പ്രൊവിഷണൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 2-3 പ്രാവശ്യത്തോളം എഴുതി. കാരണം അത് തിയറി അല്ലേ? അങ്ങനെ പ്രൊവിഷണൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഒറിജിനൽ BRP വെച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ള ആളുകൾക്ക് അവരുടെ പാസ്പോർട്ട് നമ്പർ മാത്രം കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് എന്ത് വേണം, ഈ BRP അയച്ചു കൊടുക്കണമായിരുന്നു. അപ് ടു
എന്താ പറയുന്നത് പുതിയ ഷെയർ കോഡ് വിസ ഒക്കെ വരുന്നത്. വിസ വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഷെയർ കോഡ് മാത്രം വെച്ചാൽ മതി. ഷെയർ കോഡ് ഫില്ലിൻ ചെയ്യുക. കാരണം ഇപ്പൊ ഈ ഫിസിക്കൽ ബയോമെട്രിക് കാർഡ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അയക്കാനൊന്നുമില്ല. അപ്പൊ ഷെയർ കോഡ് വെച്ചിട്ട് അയച്ചാൽ മതി. ഷെയർ കോഡും ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ അത് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത് അയച്ചു കൊടുക്കണം. അത് അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് 10 ദിവസം 12 ദിവസം അത് എടുക്കും തിരിച്ചു വരാനായിട്ട്. അപ്പൊ നമുക്കൊരു പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണം. അപ്പൊ നമുക്കൊരു ലൈസൻസ് നമ്പർ ഇടും. ആ ലൈസൻസ് നമ്പർ തന്നെ ആയിരിക്കും നമ്മുടെ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസിനും വരുന്നത്. ആ ലൈസൻസ് നമ്പർ മാറത്തില്ല, പക്ഷെ ഒരു പച്ച കളറിലെ കാർഡായിരിക്കും പ്രൊഫഷണലിൽ വരുന്നത്. ഒരു എല്ലാം ഒരു ചിഹ്നമുണ്ട്. പിന്നെ ഒരു പിങ്ക് കളറിലെ കാർഡായിരിക്കും നമുക്ക് ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നത്. ഇപ്പം പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് UK ആദ്യത്തെ ഒരു വർഷം പ്രൊഫഷണൽ വേണ്ട. ആദ്യത്തെ ഒരു വർഷത്തും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റും. ഇന്റർനാഷണൽ ആവണം നിർബന്ധമില്ല. ഇന്ത്യൻ ലൈസൻസ് മതി, ഇന്റർനാഷണൽ ആക്കിയിട്ട് വരണ്ട. ഇന്ത്യൻ ലൈസൻസ് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വർഷം ഇവിടെ വണ്ടി ഓടിക്കാൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊവിഷണൽ ലൈസൻസ് വേണം. ഈ പ്രൊവിഷണൽ ലൈസൻസിന്റെ റൂൾ എങ്ങനെയാണ് പറയുന്നത്? പ്രൊവിഷണൽ ലൈസൻസ് ഒന്നെങ്കിൽ നമ്മൾ 3 വർഷം ലൈസൻസ് കിട്ടിയ ഒരാളുടെ കൂടെയോ, അത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കണം നമ്മുടെ കൂടെ, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറിന്റെ കീഴിലോ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പോയിന്റ് നമ്പർ 2 എൽബോ ഒട്ടിച്ചിരിക്കണം. പിന്നെ ഇൻസ്ട്രക്ടറിന്റെ കൂടെയോ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിരിക്കണം ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ കമാൻഡ് ചെയ്യുന്ന ആൾ. അതായത് ഇപ്പം എനിക്കിപ്പോ 2.5 വർഷമായി. ഞാൻ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലൈസൻസ് എടുത്തിട്ട് 3 വർഷമാവും. അപ്പൊ ജെറി ഇപ്പൊ പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ട്, തിയറി ടെസ്റ്റ് പാസ്സായി. ജെറിക്ക് പഠിക്കാൻ പോകണമെങ്കിൽ എന്നെ 3 വർഷം കംപ്ലീറ്റ് ആയാലും എനിക്ക് ജെറിയെ ഗൈഡ് ചെയ്യാം. എന്റെ കൂടെ ജെറിക്ക് പ്രൊഫഷണൽ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കും. എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കുക, അതൊന്നും പ്രശ്നമില്ല. ആസ് ലോങ് ആസ് ആ കാറ് ആളുടെ പേര് ഇൻഷുർഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് വരാം, അത് രണ്ടാമത്തെ ഒരു ടോപ്പിക്കാണ്. സോ അതാണ് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് തീരെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് ആൾക്കാർ ഈ ജനറൽ റൂൾസ് പോലും മനസ്സിലാക്കാതെ അവർ ഫേസ് ചെയ്തിട്ടുള്ള കോൺസിക്വൻസസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ടൈം സ്കെയിൽ ഞാൻ കൊടുത്തേക്കാം. ഈ ഇനീഷ്യൽ പോർഷനൊക്കെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ലേറ്റർ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് റൂൾ. ഇനി അടുത്ത സ്റ്റേജ് വരുന്നത് തിയറി ടെസ്റ്റാണ്. തിയറി ടെസ്റ്റ് ഞാൻ 2-3 പ്രാവശ്യം എഴുതി. അത് കുറച്ച് പാടായിരുന്നു. അപ്പം എനിക്കത് പാടായിരുന്നു. നമ്മുടെ റൂൾസ് ആയാലും അതിൻ്റെ സൈൻ ബോർഡ്സ് ആയാലും അവർ പറയുന്ന ക്വസ്റ്റ്യൻ അവർ ട്വിസ്റ്റ് ചെയ്തായിരിക്കും അവർ പറയുന്നത്. നമ്മൾ ഒരു ആപ്പ് നോക്കിയാൽ 4-in-1 എന്ന് പറഞ്ഞൊരു ആപ്പ് നോക്കിയാൽ ഞാൻ പഠിച്ചത്. അതിൽ 4-in-1 ഉണ്ട്. പിന്നെ DVLA ഒരു ഇതുണ്ട്. UK സൈറ്റിൽ നമ്മുടെ DVLA ഒരു ആപ്പും ഉണ്ട്. ഞാൻ ഫോളോ ചെയ്തത് 4-in-1 എന്ന് പറഞ്ഞ ആപ്പാണ്. അതിന് 5 പൗണ്ട്, 4.99 പൗണ്ട്. മറ്റേ DVLA സെയിം പ്രൈസ് തന്നെയാണ്. എനിക്ക് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തു. ഞാൻ 2 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ 2 ആപ്പും കവർ ചെയ്തിട്ടാണ് പോയത്. പറഞ്ഞു. അപ്പോൾ അത് ആപ്പ് നോക്കി. ആപ്പിൽ ഏകദേശം ഒരു 700-800 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് അവസാനം നമുക്കൊരു മോക്ക് ടെസ്റ്റും ഉണ്ട്. ഒന്നിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ഇല്ലേ? ഒറ്റ മോക്ക് ടെസ്റ്റേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ അങ്ങനെ. അപ്പോൾ അത് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് നമ്മൾ ഒരു മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും മോക്ക് ടെസ്റ്റ് മൊത്തം നമ്മൾ പാസ്സായിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ പോയത്. ചെയ്തിട്ട് പോയിട്ടും നമ്മൾ അവിടെ ചെല്ലുമ്പം ക്വസ്റ്റ്യൻ സെയിം ആണ്, പക്ഷെ അതിനുള്ള അതായത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ? കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലുള്ള മീനിങ് സെയിം ആയിരിക്കും, പക്ഷെ അതിനുള്ള വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള നമ്മൾ ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ശരിക്കും ആ കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറക്റ്റ് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പോയതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കേസ് ആയിട്ട് വരാറുണ്ട്. ഇന്ന സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ആൻസറും നമ്മുടെ ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. അതായത് ഒരേ ടൈപ്പുള്ള ഒരേ മീനിങ് ഉള്ള 1-2 ആൻസർ കാണാം. അപ്പം ഇതാണോ അതാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് മാത്രമല്ല തിയറി ടെസ്റ്റിന് 2 സെക്ഷനാണ്. ഒന്ന് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഉണ്ട്. രണ്ടാമത്തത് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ആൻസർ തന്നെ പാസ്സായിരുന്നു. പക്ഷെ ദൈവഭാഗ്യമല്ല അത് നമ്മള്. പക്ഷെ അത് പറഞ്ഞ പോലെ ഈ കൊനസ്റ്റ് എത്രത്തോളം വരുന്നു എന്നുള്ളതാണ്. ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് എത്ര കൊനസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. അത് ഞാൻ കുറച്ച് വർഷം മുമ്പുമാണ് എഴുതിയത്. അപ്പം വർഷങ്ങൾ കഴിയുന്ന ഡിഫിക്കൽട്ടീസ് ഒരു കൂട്ടുമായിരിക്കും ഒബ്വിയസ്ലി. അപ്പൊ അങ്ങനെ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ കാണിക്കാം. നമ്മളൊരു ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കുന്ന
സമയത്തെ വ്യൂ കാണിക്കും. അപ്പോൾ ഫ്രണ്ടിൽ ഹസാർഡ് വരുവാണെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ഒരു ബോൾ ഉരുണ്ട് വരുന്നതോ. അപ്പോൾ ബോൾ ഉരുണ്ട് വരുവാണെങ്കിൽ അതിനർത്ഥം അതിന്റെ പോലെ ഒരു കൊച്ചോടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ വളവ് തിരിയുമ്പോൾ ആൾക്കാർ ചാടിക്കയറാൻ വരിക, സൈക്കിളിസ്റ്റ് ഓടി വരിക, ആൾക്കാർ കയറി വരിക, അങ്ങനെയൊക്കെ ഒത്തിരി വണ്ടി ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് കയറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ ആ സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം അവിടാണ് ഹസാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അങ്ങനെ നമ്മളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു പ്രോസസ്സ്. സെപ്പറേറ്റ് മാസവും വേണം, 2 സെപ്പറേറ്റ് മാസം. മിനിമം സ്കോർ എത്ര അറിയോ? 50-ൽ 43 വേണം, 44 തോന്നുന്നു മറ്റേതിന്. 43 അല്ലേ? 44 നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ്. 50 ചോദ്യം ചോദിക്കും, അതിനകത്ത് 44 പാസ് 6 വരെ മിസ്സാവാൻ പറ്റത്തുള്ളൂ. പിന്നെ ഹസാർഡ് പെർസെപ്ഷൻ എത്ര? 75 മാർക്ക്, അതിൽ 45. 75 എന്റെ ഓർമ്മ ശരിയാണ്, അതാണ് 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വർഷത്തിന് മുമ്പ് വെച്ചത്. പക്ഷെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ തിയറി ടെസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ്. പ്രാക്ടിക്കൽ ടെസ്റ്റ് ഈ പറയുന്ന പോലെ നമ്മൾ ഡേറ്റ് ബുക്ക് ചെയ്യും, നമ്മുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ വരും, എന്നിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് കാണിക്കണം. അപ്പം പകുതി സമയം പുള്ളി ഡയറക്റ്റ് ലെഫ്റ്റ് ഇട് റൈറ്റ് ഇട് എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പം പറയും സൈഡിൽ സ്റ്റോപ്പ് ചെയ്യ്, സ്റ്റാർട്ട് ചെയ്യ് എന്ന് പറയും. പിന്നെ മാപ്പ് ഇട്ട് കാണിക്കും, മാപ്പിൽ കൂടെ പോകാൻ പറയും, റൗണ്ട് കൂട്ടി കയറാൻ പറയും. അങ്ങനെ അതാണ് ഒരു പരിപാടി. അപ്പം അത് വെച്ച് മെനക്കെട്ട പരിപാടിയാണ്. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. അതുപോലെ തന്നെ ഈ ഇൻസ്ട്രക്ടറുടെ ഡേറ്റ് കിട്ടാനും കുറച്ച് പാടാണ്. നമുക്ക് ഡേറ്റ് ബുക്ക് ചെയ്ത് കിട്ടാൻ ചില സമയത്ത് ഡേറ്റ് അവൈലബിൾ ഇല്ല. ഇൻസ്ട്രക്ടറിന്റെ കാര്യമാണോ പറഞ്ഞത്? ഇൻസ്ട്രക്ടറുടെ ഡേറ്റ് കിട്ടാനും കുറച്ച് പാടുണ്ട്. കാരണം ടെസ്റ്റ് ഡേറ്റ് കിട്ടാനും സിമിലർലി പാടാണ്. ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് 6 മാസത്തോളം എടുത്ത് ഡേറ്റ് കിട്ടാൻ. അതായത് ഞാൻ ഒന്ന് ബുക്ക് ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡേറ്റ് കിട്ടിയത്. അപ്പൊ അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇതെല്ലാം ഈ കടമ്പകളെല്ലാം കഴിഞ്ഞ് ഇത്രയും എഫേർട്ട് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ആൾക്കാർ എന്താകുന്നത് UK ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്. അപ്പൊ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതും ഇവിടുത്തെ വലിയൊരു വലിയ പ്ലെയർ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കാറിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കാവുന്ന. പക്ഷെ അതിന് റൂൾ ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ ഈ ഇടയ്ക്ക് എന്തോ വായിച്ചു കേട്ടായിരുന്നു. നമ്മളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇപ്പൊ എന്തോ റൂൾ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ആളുടെ പേര്, ഡ്രൈവറിന്റെ പേര് ആഡ് ചെയ്യണം, ഒന്നെങ്കിൽ വൈഫിനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് വേറെ എടുക്കണോ. പക്ഷെ നമ്മുടെ ഒരു അറിവ്, നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഇത്ര വർഷം ഓടിച്ചോണ്ടിരുന്ന എങ്ങനെയായിരുന്നു നാട്ടിൽ നിന്ന് വരുന്നവരെ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ചേഞ്ച് ആയ. അതെ, ഈ ഇടയ്ക്ക് ചേഞ്ച് ആയ. നമ്മള് എന്തോ അടുത്ത ബന്ധുക്കാർക്ക്, വൈഫോ അങ്ങനെ എന്തായാലും ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ വേറെ ഇൻഷുറൻസ് ചേഞ്ച് ചെയ്യോ, ആഡ് ചെയ്യോ, അങ്ങനെ എന്തോ. നമ്മുടെ നാട്ടിലെ ഒരു രീതി പ്രകാരം നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഒരാൾക്ക് ഒരു വണ്ടിക്കുണ്ട്, ആർക്ക് വേണമെങ്കിലും ആ വണ്ടി എടുത്തുകൊണ്ട് പോകാന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ആ ഒരു ഭയങ്കര ഷോക്ക് എനിക്ക് മനസ്സിലായത്. നമുക്ക് എന്ത് ചെയ്ത് നമ്മുടെ പേരിൽ ആ കാറിന് ഇൻഷുറൻസ് ഉണ്ടാവണം എന്നുള്ള റിയാലിറ്റി ഇവിടുത്തെ UK വന്നതിന് ശേഷം ആ UK നമ്മുടെ പേരിൽ, അതായത് ആ കാറിന് ഇൻഷുറൻസിന്റെ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ പേരുണ്ടായാൽ മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ. എൻ്റെ ഇൻഷുറൻസ്, ഞാൻ എൻ്റെ കാറിന് എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണ്. അപ്പം നമ്മുടെ നാട്ടിൽ ബമ്പർ ടു ബമ്പർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഫുൾ കവേർഡ് ഇൻഷുറൻസ് ആണ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്. ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിന്റെ മിക്ക ഒരു 90% കോംപ്രിഹെൻസീവ് ഇൻഷുറൻസുകളും ആ ഇൻഷുറൻസുകൾ നമുക്ക് മറ്റ് കാർ ഓടിക്കാനുള്ള ഇൻഷുറൻസ് കൂടെ കവർ ചെയ്യുന്നുണ്ട്. അതായത് ദാറ്റ് മീൻസ് ഇപ്പം എനിക്കൊരു വണ്ടിയുണ്ട്, ചെറുക്കൊരു വണ്ടിയുണ്ട്, എനിക്ക് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ഉണ്ട്. എൻ്റെ വണ്ടി എന്നെ എന്താ പറയുന്നത് അതർ വണ്ടികൾ ഓടിക്കാൻ. ഇപ്പം എൻ്റെ ഇൻഷുറൻസ് കോംപ്രിഹെൻസീവ് ആണെങ്കിൽ ഞാൻ ജെറിയുടെ വണ്ടി ഓടിക്കുമ്പോൾ ജെറിയുടെ വണ്ടിക്ക് എനിക്ക് തേർഡ് പാർട്ടി കവറേജ് കിട്ടും, as long as ജെറിയുടെ വണ്ടി ഇൻഷുർഡ് ആണെങ്കിൽ മാത്രം. ഇപ്പൊ ഒരു വണ്ടി ഇൻഷുർഡ് അല്ലാതെ നടക്കുന്ന ഒരു വണ്ടി ഇപ്പൊ വിൽക്കാൻ ഇട്ടേക്കും, ആരും ഇൻഷുർ ചെയ്തിട്ടില്ല, ആ വണ്ടി ഞാൻ ഓടിച്ചാൽ അത് തേർഡ് പാർട്ടി കവർ കിട്ടത്തില്ല. അതായത് ഇൻഷുർ ചെയ്ത വണ്ടി ആയിരിക്കണം. പ്ലസ് വേറൊരു ക്ലോസ് കൂടെ ഉണ്ട്, എൻ്റെ പേരിലുള്ള വണ്ടി ആവരുത് ആ രണ്ടാമത്തെ വണ്ടി, എൻ്റെ വൈഫിന്റെ പേരിൽ, പാർട്ണറിന്റെ പേരിലുണ്ടാകുന്ന വണ്ടി ആവരുത്. അത് മാത്രമല്ല എൻ്റെ പേരിൽ റെന്റ് ചെയ്ത വണ്ടി ആവരുത്, എൻ്റെ വൈഫിന്റെ പേരിലും അല്ലെ പാർട്ണറിന്റെ റെന്റ് ചെയ്ത വണ്ടി ആവരുത്. സോ ഇത്രയും ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, ഇൻഷുർഡ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഓടിക്കാം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇൻഷുർഡ് ആയിട്ടുള്ള വണ്ടികൾ ഏതുണ്ടെങ്കിലും നമുക്കത് തേർഡ് പാർട്ടി കവറേജിൽ നമുക്ക് ആ വണ്ടി ഓടിക്കാം. വലിയ വ്യത്യാസമില്ല മറ്റേ സാധാരണ ഇൻഷുറൻസും കോംപ്രിഹെൻസീവ് ആയിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഡിപ്പെൻസ് ഓൺ പ്ലേസ് ടു പ്ലേസ്, വണ്ടിയുടെ വില ഒക്കെ അനുസരിച്ച് ഡിഫറൻസ് വരും. മന്ത്ലി പേയ്മെന്റ് എത്ര വരും? 5 pound വ്യത്യാസമല്ലേ വരത്തുള്ളൂ? 50-100 പിന്നെ നല്ല വ്യത്യാസം വരും. പല ആൾക്കാരും അല്ല അത്
അപ്പൊ ഓക്കെ. അപ്പൊ ഈ തേർഡ് പാർട്ടിയും കോംപ്രിഹെൻസീവും തമ്മിൽ നല്ലൊരു പ്രൈസ് ഡിഫറൻസും വരുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ വണ്ടി. പ്രൈസ് കുറഞ്ഞ വണ്ടിയാണെങ്കിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല, കാരണം കോംപ്രിഹെൻസീവ് എടുത്താലും അവർക്ക് വലിയ വ്യത്യാസം വന്നില്ല. അപ്പൊ അത് വണ്ടി വണ്ടി റൈറ്റ് ഓഫ് ചെയ്താലും അവർക്ക് ഈ പറഞ്ഞ വലിയ എമൗണ്ട് പേ ചെയ്യേണ്ടാത്ത വണ്ടികളാണെങ്കിൽ ഈ കോംപ്രിഹെൻസീവും തേർഡ് പാർട്ടി തമ്മിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല. പക്ഷേ വണ്ടിയുടെ വാല്യൂ നമ്മൾ കൂടുതൽ ഡിക്ലെയർ ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ വണ്ടിക്ക് കൂടുതൽ വാല്യൂ ഉണ്ടാകുന്നതനുസരിച്ച് കോംപ്രിഹെൻസീവ് ആണെങ്കിൽ നമ്മുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് തരേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് അവർ പ്രീമിയം കൂട്ടി വെക്കും. പിന്നെ ഈ ഇൻഷുറൻസിനകത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് വോളണ്ടറി എക്സസും പിന്നെ മാൻഡേറ്ററി എക്സസും. അപ്പം അതിന് അറിയത്തില്ല ഇല്ല. അതായത് ഇത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് മാൻഡേറ്ററി എക്സസ് ഉണ്ട്. എക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലെയിം വന്നു, ഇപ്പൊ നമ്മുടെ വണ്ടി ഇടിച്ചു. ആ വണ്ടി ഇടിച്ചിട്ട് ആ ക്ലെയിം അവർ പ്രോസസ് ചെയ്യണമെങ്കിൽ മാൻഡേറ്ററി എക്സസ് നമ്മൾ കൊടുക്കണം. ഇപ്പൊ 250 പൗണ്ടാണെങ്കിൽ ആ 250 പൗണ്ട് കൊടുത്താൽ നമുക്ക് 1000 പൗണ്ട് തരും. 250 നമ്മൾ കൊടുക്കണം. ഈ വോളണ്ടറി എക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസിന്റെ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വോളണ്ടറി എക്സസ് ആഡ് ചെയ്യും. പലരും ഇൻഷുറൻസ് എടുക്കുമ്പോൾ വോളണ്ടറി എക്സസ് 500 പൗണ്ടൊക്കെ ഇടും. അതായത് എങ്ങനെയും 500 പൗണ്ട് വരെ നമുക്ക് അല്ലല്ല, നമ്മൾ വോളണ്ടറി എക്സസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി മാൻഡേറ്ററി ആയിട്ടുള്ള എക്സസ് നമുക്ക് കൊടുക്കണം. അത് പ്ലസ് നമ്മൾ വോളണ്ടറി എത്രയും കൂടെ എക്സസ് കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആണെന്ന് പറയുവാണ്. അപ്പൊ നമ്മൾ 500 പൗണ്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ 500ഉം 250 ചേർത്ത് 750 പൗണ്ട് കൊടുത്താലേ 1000 പൗണ്ട് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ പല ആൾക്കാരും ഇൻഷുറൻസിന്റെ കോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വോളണ്ടറി എക്സസ് ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അത് അവസാനം പ്രത്യേകിച്ചും തേർഡ് പാർട്ടി ആണെങ്കിൽ ഇങ്ങോട്ടൊന്നും കിട്ടത്തുമില്ല. ആ ക്ലെയിം പ്രോസസ് ചെയ്യണമെങ്കിൽ 750 പൗണ്ട് നമ്മൾ കൊടുക്കുകയും വേണം. അപ്പൊ കഴിയുന്നത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കഴിയുന്നതും ഈ പറയുന്ന എക്സസ് വോളണ്ടറി എക്സസ് കുറച്ചിടാൻ നോക്കുക. കുറച്ച് കഴിഞ്ഞാൽ കോംപ്രിഹെൻസീവ് എടുത്താൽ കോംപ്രിഹെൻസീവ് എടുത്താൽ തേർഡ് പാർട്ടി ആണെങ്കിലും കോംപ്രിഹെൻസീവ് അത് തന്നെ. രണ്ട് കാര്യങ്ങളാണ്. എക്സസ് കുറച്ചിടാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു ക്ലെയിം വന്നാൽ പണി കിട്ടും. രണ്ടാമത്തെ കാര്യം കോംപ്രിഹെൻസീവ് എടുത്താൽ ആൾക്കാരുടെ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ മെയിൻ വ്യത്യാസമുണ്ട്, നമ്മുടെ ഇൻഷുറൻസ് നാട്ടിലടയ്ക്കുന്നത് ഇയർലി അല്ലേ? ഇയർലി അടയ്ക്കാം, നമുക്ക് മന്ത്ലി അടയ്ക്കാം. ഇയർലി അടയ്ക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര പൈസയായിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യം വണ്ടി എടുത്തപ്പോൾ എന്റെ വണ്ടിക്ക് ഞാൻ ഡിക്ലെയർ ചെയ്ത വാല്യൂ വണ്ടിക്ക് അതിൽ കൂടുതൽ വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്റെ വണ്ടിക്ക് 1000 പൗണ്ടേ ഉള്ളൂ വില. അപ്പം ആ 1000 പൗണ്ട് ഞാൻ വാല്യൂ ഇട്ടിട്ട്, എന്റെ വണ്ടിക്ക് 1000 പൗണ്ടേ ഞാൻ വാല്യൂ ഇട്ടിട്ടുണ്ടായിട്ട് ഞാൻ ഒരു വർഷം അടച്ചത് 3200 പൗണ്ടാണ്. അപ്പം ആ വണ്ടി ഇടിച്ചാൽ എനിക്ക് 1000 പൗണ്ട് തിരിച്ചു. ശരിയാണ്, അവർ തേർഡ് പാർട്ടിയും മറ്റേ ലീഗൽ ഫീസും എല്ലാം കവർ ചെയ്യുമായിരിക്കും, അത് നമ്മളില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എന്റെ 1000 പൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഡിക്ലെയർ ചെയ്ത വണ്ടിക്ക് വന്നപ്പം 3000 അടച്ചതല്ല. അവര് എനിക്ക് ഏറ്റവും ലോസ്റ്റ് കിട്ടിയത് 3000 ആണ്. അത് പക്ഷെ പ്രൊവിഷണൽ ലൈസൻസ് ഇട്ടെടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രൈസ് കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈസൻസിലോട്ട് മാറുമ്പോഴും വലിയ ഡിഫറൻസ് വരത്തില്ല. പക്ഷെ ഞാൻ എടുത്തെന്ന് പറഞ്ഞാൽ എന്റെ ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ബ്രാൻഡ് ന്യൂ ആയിട്ടൊരു വണ്ടി എടുക്കുന്നത്. അപ്പം ബ്രാൻഡ് ന്യൂ എന്ന് വെച്ചാൽ എനിക്ക് ബ്രാൻഡ് ന്യൂ കേട്ടോ, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തേ. അപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ലൈസൻസ് കൊടുത്തപ്പോൾ എന്റെ ഫ്രഷ് ലൈസൻസ് അപ്പൊ വെച്ച് പ്രൈസ് കൂടും. അപ്പൊ ആദ്യം എടുക്കുന്നത് എന്താ പറയുന്നത്, നമ്മുടെ ആദ്യത്തെ ലൈസൻസിന്റെ വരുന്ന പ്രൊവിഷണൽ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ കൂടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു സേഫ് ആണ്, ഇടിക്കില്ല. അതെ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിനകത്ത് ഓരോ സെക്ഷനിലും വരുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത്, നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ 1 വർഷം വണ്ടി ഓടിക്കാൻ. ഈ 1 വർഷം കഴിഞ്ഞിട്ടും ലൈസൻസ് എടുക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്ത്യൻ ലൈസൻസ് വെച്ച് തന്നെ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. പ്രൊവിഷണൽ പോലും എടുക്കാത്ത ഒത്തിരി പേരുണ്ട്. അപ്പൊ അതിന് സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്. പുൾ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ കോൺസിക്വൻസസ് ഉണ്ട്, ഫൈനുകൾ വരെ. ഇവിടെ അങ്ങനെ കൈ കാണിച്ച് നിർത്തുന്ന പരിപാടിയില്ല. അത് നമ്മുടെ നാട്ടിലെ പോലെ കൈ കാണിച്ച് നിർത്തില്ല. ഒന്നെങ്കിൽ ഇൻസിഡന്റ് ഉണ്ടാവും, ഒരു വണ്ടി എവിടെയെങ്കിലും തട്ടുകയോ മുട്ടോ എല്ലാം ചെയ്യുവാണെങ്കിൽ അതൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പോലീസുകാർ വണ്ടി വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടല്ല വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നു, നമുക്കൊന്നും അറിയാം തക്കട തിരികട കാണിക്കുകയാണെങ്കിൽ ഒരു പുള്ളോർ ചെയ്തിട്ട് നമ്മളൊക്കെ ഡ്രങ്ക് ആണോ എന്നാണ് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ വരുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുന്ന ലൈസൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള സിറ്റുവേഷനുകളിൽ അതൊരു കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണ്. അത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. യുകെയില് നമ്മുടെ ഓഫീസിലാണെങ്കിലും ആൾക്കാർ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ വണ്ടി നേരത്തെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ടാക്സി എടുത്തിട്ടായിരിക്കും പാർട്ടിക്ക് വരുന്നത്. അല്ലെങ്കിൽ പാർട്ടി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഹോട്ടൽ എടുത്തിട്ടായിരിക്കും താമസിക്കുന്നത്.
അപ്പൊ അവര് അതിനെ കുറിച്ച് വളരെ ബോധമാണ്. ഡ്രങ്ക് വെള്ളം അടിച്ചാല് വണ്ടി ഓടിക്കരുത് എന്ന്. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ആൾക്കാർ പറയും, ഇപ്പം ഒരാൾ പറയും ഞാൻ 10 വർഷമായിട്ട് എല്ലാ ദിവസവും വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കും, ഒരു പ്രശ്നമില്ലെന്ന്. പക്ഷെ നാളെ ആയിരിക്കും പ്രശ്നം വരാൻ പോകുന്നത്. നമ്മുടെ ജഡ്ജ്മെന്റിനെ അത് അഫക്ട് ചെയ്യണം. അപ്പം ആ ഒരു കാര്യം കൂടെ ഭയങ്കര സീരിയസ് ആണ്. നമ്മുടെ ഡ്രൈവിംഗ് ബാൻ എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഒരു 4 പേർക്കോളം ഡ്രൈവിംഗ് ബാൻ കിട്ടി. അതായത് 2 വർഷത്തേക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അത് ഒരാളാണെങ്കിൽ സപ്പോർട്ട് വർക്കർ ആയിരുന്നു. അതായത് സപ്പോർട്ട് വർക്കർ അല്ല, നമ്മുടെ വീട്ടിൽ പോയിട്ട് കെയർ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഡൊമിസിലറി കെയർ. പുള്ളിയുടെ മെയിൻ ജോലി തന്നെ കാർ ഓടിച്ച് പോയിട്ട് കെയർ കൊടുക്കുന്നതായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ആയി, അതുകൊണ്ട് ജോലി പോയി. ഒന്നാലോചിച്ച് നോക്കും. അപ്പം നമ്മൾ ഒരു നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഞാൻ വെള്ളം അടിക്കാതിരിക്കുക എന്ന് അത്രയും നല്ലതെന്ന് പറയുന്ന ആളാണ് ഞാൻ. വെള്ളം അടിക്കാറില്ല, ടാക്സി കൊടുത്ത് വീട്ടിൽ പോകുക. അപ്പൊ ഞാൻ വെള്ളം അടിക്കാറില്ല. പക്ഷെ വെള്ളം അടിക്കുന്ന ആൾക്കോട് നമ്മൾ പറയാനുള്ളത് എന്താ പറയുന്നത്, വെള്ളം അടിക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം ഞാൻ വെള്ളം അടിക്കാത്തതുകൊണ്ട് ആരും വെള്ളം അടിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വെള്ളം അടിച്ചില്ലേ നിങ്ങൾക്ക് തന്നെ നല്ലത്. പക്ഷെ വെള്ളം അടിച്ചാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ സേഫ്റ്റി എങ്കിലും കൺസിഡർ ചെയ്തിട്ട് പോകുക. അപ്പൊ അങ്ങനെ തന്നെ ഒത്തിരി മലയാളികൾക്ക് ഈ പറയുന്ന പോലെ ലൈസൻസ് സസ്പെൻഡ് ആവുന്നതും, ഈ സസ്പെൻഡ് ആയതിനു ശേഷം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട്. പിള്ളേരെ സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ അത്യാവശ്യം ഷോപ്പിങ്ങിന് പോകണം എന്നൊക്കെ പറയട്ടെ. അപ്പൊ അത് പോലീസ് പിടിച്ചാൽ പിന്നെ ഭയങ്കര സീരിയസ് കോൺസിക്വൻസസ് ആണ്. ഡീപ്പോർട്ട് ആകും വരെയുള്ള ചാൻസസ് ഉള്ള വലിയ സീരിയസ് അലിഗേഷൻസിലേക്ക് പോയിന്റ് വൈസ് ആണ്. ഇപ്പം ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ 3 പോയിന്റ്. അതെ, അതിപ്പോ ഓരോരോ കാര്യങ്ങൾക്ക് ഇപ്പം ടയർ ആണെങ്കിൽ 4 ടയറും തേഞ്ഞിരിക്കുന്ന ടയർ ആണെങ്കിൽ ഓരോ ടയറിനും 3 പോയിന്റ് വെച്ചിട്ട് 3 12 എഴുതുകയെന്നുള്ളൂ വേറെ. അതായത് ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസൻസിന് 12 പോയിന്റ് ആണ് നമ്മുടെ ലൈസൻസിനുള്ളത്. ഈ ലൈസൻസിലെ 12 പോയിന്റ് ആദ്യത്തെ 2 വർഷം നമുക്ക് 6 പോയിന്റേ കാണത്തുള്ളൂ. അതിനകത്ത് 6 പോയിന്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുതിയ ലൈസൻസ് എടുക്കുന്നതാണ്. ആ ലൈസൻസ് പോകും. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ 12 പോയിന്റ് ഉണ്ടാവും ആക്റ്റീവായിട്ട്. ആ 12 പോയിന്റിനകത്ത് നമ്മുടെ 12 പോയിന്റ് പോയി കഴിഞ്ഞാൽ പുതിയ ലൈസൻസ് എടുക്കുന്നതാണ്. പിന്നെ പോയിന്റ് കൂടുന്നതനുസരിച്ചിട്ട് ഇൻഷുറൻസിന്റെ കോട്ട് കൂടിക്കൊണ്ടിരിക്കും. അതും ഓൾറെഡി 6 പോയിന്റുള്ള ലൈസൻസ് ആണെങ്കിൽ പിന്നെ 6 പോയിന്റ് ബാക്കിയുള്ളൂ. അപ്പം 80 കൊണ്ട് കൊടുക്കേണ്ടടുത്ത് 250 കൊണ്ട് കൊടുക്കണം മാസം. കാരണം നമ്മൾ റിസ്കി ഡ്രൈവറാണെന്നാണ് അത് തെളിയിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ഒരുപാട്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അറിയാമോ നമ്മുടെ UK-ലെ? മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ഫ്രോഡുകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്, കാരണം ഒത്തിരി പേരെ പൊക്കിയിട്ടുണ്ട്. അതായത് എങ്ങനെയാണെന്നറിയോ, ഞാൻ വന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ ഇൻഷുറൻസ് ഏറെക്കുറെ ആ പരിപാടി, പക്ഷെ ഉടനെ തന്നെ വണ്ടി ഇടിച്ച് പോയിട്ട് കുഴപ്പമില്ല. അതായത് നമ്മുടെ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഏജന്റ് വരും. ഇവർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, നിങ്ങളുടെ ഇൻഷുറൻസ് നമ്മൾ കുറച്ച് തരാം. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കോട്ട് പറയുന്നത് 260 ആണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 130 ആക്കി തരാമെന്ന് പറയും. അപ്പോൾ നല്ല പരിപാടിയില്ല. അവർക്ക് 500 കൊണ്ട് കൊടുക്കണം, 250 കൊണ്ട് കൊടുക്കണം. അവരൊരു സർവീസ് റേറ്റ് പറയും. എന്നിട്ട് അവർ ത്രൂ ലൈസൻസ് എടുത്താൽ അവർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ പ്രൈസ് കുറച്ച് തരും. ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രൈവേഴ്സിന്റെ ഈ പേരും കൂടി ഈ കാറിന്റെ പേര് ആഡ് ചെയ്യും. ചിലപ്പോൾ അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ പേരിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാരുടെ ഡേറ്റ യൂസ് ചെയ്തിട്ട് വേറെ ആരുടെയോ റാൻഡം ആൾക്കാർ, ഇത്രയും വർഷമുള്ള റാൻഡം ആൾക്കാരുടെ പേര് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇൻഷുറൻസ് അവർ കുറച്ച് തരും. അപ്പോൾ ഇത് ക്ലെയിം വരുന്ന സമയത്ത് പ്രശ്നമാണ്. കാരണം ഫസ്റ്റ് പാർട്ടി, അതായത് നമ്മുടെ പേരിലല്ല ഇൻഷുറൻസ് എടുക്കുന്നത്, നമ്മൾ അഡീഷണൽ ഡ്രൈവറാണ്. ഈ ഇൻഷുറൻസ് എടുക്കുന്നത് വേറെ ഏതോ റാൻഡം പേഴ്സന്റെ പേരിലാണ്. അപ്പൊ വണ്ടി ഇടിക്കാത്തിടത്തോളം കാലം ഒരു പ്രശ്നമല്ല. വണ്ടി ഇടിച്ചൊരു ക്ലെയിം പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് പണി കിട്ടും. കാരണം ഈ പറയുന്ന ഫസ്റ്റ് പേഴ്സണിനെ നമുക്ക് അറിയത്ത് പോലും ഇല്ല, ആരാ നമുക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഈ പഞ്ചാബികളായിരുന്നു ഇവിടുത്തെ മെയിൻ ഇതിന്റെ ലോബി. കുറെ സിക്കിന്ദർമാരുണ്ടായിരുന്നു. അപ്പൊ അവരെ ഒരു സിക്കിന്ദർ ബൈ ആയിരുന്നു നമ്മളെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ പുള്ളിയൊക്കെ അറസ്റ്റിലായി. ഭയങ്കര സീനായി. ഇത് അറസ്റ്റിലായത് 22-ലൊക്കെയാണ്. നമുക്കിതൊക്കെ 2020-21 ഇത് വ്യാപകമായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരിക്കും. കാരണം നമ്മൾ അന്ന് തന്നെ ഇത് വള്ളിയാന്ന് മനസ്സിലായതിനു ശേഷം നമ്മൾ ഇതിൽ പുറമെ പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴും സ്റ്റുഡൻസിനിടയിലൊക്കെ ഇത് വ്യാപകമായിട്ട്, കാരണം ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം ശരി, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ പ്രൈസ് കുറയ്ക്കണം, നമുക്കതൊരു ഒഴിവാക്കണം എന്ന് തോന്നുമ്പം അവിടെ സാഹചര്യം ചൂഷണം ചെയ്യാൻ പുതിയൊരാൾക്കാർ വരുവാണ്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചെറിയ ആദ്യം പറഞ്ഞ പോലെ തന്നെ റോഡ് സയൻസിന്റെ ഒരു കാര്യമുണ്ട്. അത് ഈ പറഞ്ഞു, അത്
റോഡ് സൈൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി റോഡ് സൈൻസ് ഉണ്ട്. നമുക്കിപ്പം മൈൽസ് പെർ അവർ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു മെയിൻ റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം അതിൻ്റെ റോഡ് സൈൻസ് 30 ആയിരിക്കും. അതിൻ്റെ സ്പീഡ് ലിമിറ്റ് 30 മൈൽസ് പെർ അവർ. 30 മൈൽസ് പെർ അവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പം കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേന് സേഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് വീടുകൾ തൊട്ടടുത്ത് ഇല്ല എന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ അവർ കുറച്ച് മൈൽസ് കൂട്ടും. അതായത് 40 മൈൽസ് പെർ അവർ ആക്കും. അപ്പോൾ അത് നമ്മൾ നോക്കിയില്ല, 30 പൊക്കോണ്ടിരിക്കുകയാണ്, ഹസാർഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പോലീസ് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു നിർത്തും. നമ്മൾ സ്പീഡ് കൂട്ടിയാലും പ്രശ്നമാണ്, സ്പീഡ് കുറച്ചാലും പ്രശ്നമാണ്, സ്പീഡ് കൂടാനും പാടില്ല. അപ്പം നമ്മളിപ്പോൾ 40 മൈൽസ് പെർ അവറിലാണ് പൊക്കോണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന സ്പീഡ് 38 35 അക്സെപ്റ്റബിൾ ആണ്. ഐ മീൻ അങ്ങനെ പോലീസൊന്നും പുള്ളി ചെയ്തില്ല. പക്ഷെ 30 എന്നൊക്കെ പറഞ്ഞാൽ തീരെ സ്പീഡ്. 40 റോഡിൽ 30 എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകാൻ പാടില്ല. എന്നോട് ഇൻസ്ട്രക്ടർ പറഞ്ഞത് 38 മാക്സിമം കീപ്പ് ചെയ്ത് പോകും. ഇൻസ്ട്രക്ടർ പറഞ്ഞത് 38 തന്നെ കീപ്പ് ചെയ്ത് പോവുക. 40 മേളിൽ പോകാനും പാടില്ല, 41 പോലും വരാൻ പാടില്ല, 40 തന്നെ കീപ്പ് ചെയ്ത് പോവുക. അപ്പൊ അതാണ് അങ്ങനത്തെ ഒത്തിരി. അതായത് ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലെ പോലെയല്ല, ഇവിടെ ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. നമ്മളിപ്പോ ഇങ്ങനെ പോകുന്ന വഴിക്ക് 3 റോഡ് 3 വഴിയായിരിക്കും പോകുന്നത്. അതായത് ലെഫ്റ്റ് റോഡ് ഇടത്തോട്ടും നേരത്തെ റോഡ് നേരെ, ഈ റൈറ്റിലോട്ട് നിരകളായിരിക്കും. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ അത് സ്ട്രൈറ്റ് ഫോർവേഡ് അല്ലായിരുന്നു. പക്ഷെ ചില സമയത്ത് ഈ 2 ലൈൻസ് നേരെ പോകാനായിരിക്കും, ഈ ലൈൻ ഇടത്തോട്ട് ചിലപ്പോൾ ഈ ഇപ്പുറത്തെ 2 ലൈൻ നേരെ പോകാനായിരിക്കും, ഇത് മാത്രം റൈറ്റിലോട്ട് പോകാനായിരിക്കും. അപ്പം നമ്മൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ റോഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിൽ നമുക്ക് അറിയാറുണ്ട് ലെഫ്റ്റിലോട്ട് പോകണം, റൈറ്റിലോട്ട് പോകണം, ഇതെല്ലാം വായിച്ച്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ UK വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയില്ലേ. നല്ലൊരു ശ്രദ്ധയും വേണം. കാരണം റോഡിലും ശ്രദ്ധിക്കണം, നമ്മൾ മുന്നോട്ട് ശ്രദ്ധിക്കണം. അശ്രദ്ധമായിട്ട് ഒരു തുള്ളി ഒരു സമയം സെക്കൻഡ് പോലും നമുക്ക് അശ്രദ്ധമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ വെയ്സോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വെയ്സിലെ മാപ്പ് നല്ലപോലെ റീഡ് ചെയ്യുക, റോഡ് മാർക്കിങ് നല്ലപോലെ നോക്കുക, റോഡിലെ സാഹചര്യങ്ങൾ നോക്കുക. ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഒന്ന് വണ്ടി ഓടിക്കണം. അതായത് മോട്ടോർ വേ കയറി കഴിഞ്ഞാൽ പിന്നെ അത്രയും പ്രശ്നമില്ല. മോട്ടോർ വേ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വണ്ടി ഇങ്ങനെ വെച്ച് കത്തിച്ചങ്ങ് പോയാൽ മതി. പക്ഷെ എങ്ങോട്ടെങ്കിലും തിരിയണമെങ്കിൽ എക്സിറ്റ് കറക്റ്റ് നോക്കി തിരിയണം. അങ്ങനെ പറ്റാറുണ്ട്. നമ്മുടെ സ്ഥിരം പരിപാടിയാണ് എക്സിറ്റ് മിസ്സാക്കുക എന്നുള്ളത്. പക്ഷേ മിസ്സായി കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ നമുക്ക് കറങ്ങി തിരിച്ചു വരേണ്ടി വരും, ഒത്തിരി കറങ്ങേണ്ടി വരും നമ്മൾ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ റൗണ്ട് അബൌട്ടിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് റൗണ്ട് അബൌട്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. നമ്മൾ ട്രാഫിക് ലൈറ്റ് തന്നെയാണ്, നമ്മൾ ജംഗ്ഷൻ റൗണ്ട് അബൌട്ട് ഉണ്ട്, പക്ഷെ റൗണ്ട് അബൌട്ട് അവിടെ കണക്കാക്കിയിട്ടില്ല. അപ്പം അല്ല, ഞാൻ പറഞ്ഞ റൗണ്ട് അബൌട്ടിന് കൃത്യമായിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ റൗണ്ട് അബൌട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം നമ്മുടെ റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് കയറാവൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരിക്കലും അത്രയും പേഷ്യൻസ് ഉള്ള, ഇപ്പം അരമണിക്കൂർ റൗണ്ട് അബൌട്ട് നിൽക്കേണ്ടി വന്നാലും ഇപ്പുറത്തുനിന്ന് റൈറ്റിൽ നിന്ന് വരുന്ന ട്രാഫിക്ക് പോയതിന് ശേഷം മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ അത്രയും പേഷ്യൻസ് ഉള്ള ഡ്രൈവേഴ്സ് ഇല്ല, ഉറപ്പായിട്ട് ഇടി കിടക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും റൗണ്ട് അബൌട്ട് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, റൗണ്ട് അബൌട്ട് ഉണ്ട്. പക്ഷെ അത് അതിന്റെ റൗണ്ട് അബൌട്ടിന്റെ ലോ നമുക്ക് ആർക്കും അറിയില്ല, നാട്ടിലെ എനിക്കറിയില്ല കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ റൗണ്ട് അബൌട്ട് അത്ര സീരിയസ് അത് മാത്രമല്ല, എത്ര റൗണ്ട് അബൌട്ട് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു 10 മൈൽ ചുറ്റളവ്, ഇവിടെ ഒരു 50 റൗണ്ട് അബൌട്ട് ഉണ്ടെങ്കിൽ നാട്ടിലെത്ര 2 സത്യം. അപ്പൊ അത്ര എണ്ണത്തിൽ കുറവുണ്ട്. അപ്പൊ ഇവിടെ റൗണ്ട് അബൌട്ട് വളരെ സീരിയസ് ആണ്. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് അബൌട്ടിന്റെ നിയമം അറിയാതെ, അതായത് പ്രത്യേകിച്ചും നിയമം ഇതാണ്, റൈറ്റിനെ വണ്ടി ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. ലെഫ്റ്റിലെ വണ്ടിയെ നോക്കേണ്ട ആവശ്യമില്ല, റൈറ്റിലെ വണ്ടി ക്ലിയർ ആവണേ കയറാൻ പാടുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ. അപ്പൊ നമുക്ക് ലോ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ആ റൗണ്ട് അബൌട്ട് ഉണ്ട് കയറാമെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ എടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മൾ നിർത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അവർ വരുന്നത്. കാരണം ഇവിടെ എല്ലാവരും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണ്. കാരണം ഇവർ വർഷങ്ങളായിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു വണ്ടി പാഞ്ഞു കുറച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി ചുമ്മാ എടുത്ത് റൗണ്ട് ബോർഡിൽ വെക്കുന്നു, ഇടി എടുക്കും, ഉറപ്പായി ഇടി ഉണ്ടാവും. അത് കട്ടായ ഇടിയാണ്. കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ല, അവര് വിചാരിക്കും നമ്മളും ലോ പാലിച്ചാ വരുന്നത്, നമ്മളവിടെ നിർത്തി കൊടുക്കും. അല്ല, ഇവിടെ എല്ലാവരും നിർത്തി കൊടുക്കാറുണ്ട്, 100% നിർത്തി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ശീലമായി നമ്മൾ നിർത്തി കൊടുക്കുന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഈ ലോ പാലിച്ച് മുന്നോട്ടെടുത്ത് റൗണ്ട് ബോർഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി. പിന്നെ നമ്മൾ വണ്ടി ഇടയ്ക്ക് നിർത്തണ്ടാവില്ല. അപ്പൊ അങ്ങനെ നിർത്തി ഇടി കിട്ടുന്നവരുണ്ട്. അതായത് വേറെ വണ്ടികളും എല്ലാം വരുന്ന സമയത്ത് ആ വണ്ടിക്ക് വേണ്ടി ഇപ്പൊ ഒരു നമ്മുടെ ഫ്രണ്ടിലെ റോഡിൽ നിന്ന് ആൾക്കാർ കയറാൻ നിൽക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടി വണ്ടി നിർത്തി കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ഇപ്പൊ ഞാനും ചെയ്തിട്ടുണ്ട്, നമ്മളും ചെയ്യാനൊക്കെ ടെൻഡൻസി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ കുറച്ച് നാൾ, 1 വർഷത്തിനുള്ളിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് പോയതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ ഇൻസ്ട്രക്ടറുടെ കൂടെ പോയി ഉള്ള എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഓടിച്ചൊരു പരിചയം എനിക്കില്ല. ഇൻസ്ട്രക്ടറുടെ കൂടെ
ഇൻസ്ട്രക്ടർ പറഞ്ഞ അറിവ് ഇതാണ് ഇപ്പം ഓടിക്കുന്നത് ഞാൻ. അപ്പൊ അത് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കുണ്ട്. അപ്പൊ അതൊരു റിയാലിറ്റി, അതായത് ഒരു ഈ നമ്മുടെ കൾച്ചറൽ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഡ്രൈവിംഗ് കൾച്ചറൽ ഷോക്ക് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. ഓക്കെ, നമ്മുടെ നാട്ടിലെ അതേ ജനറൽ സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു ദിവസം രാവിലെ എടുത്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒരു ജനറൽ നോളജും പിന്നെ നമ്മുടെ ഒരു കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബ്രില്യൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആരും ഹോൺ അടിക്കാറില്ല. അത് ഹോൺ അടിക്കാറില്ല കേട്ടോ. മറ്റൊരു പ്രശ്നം. ഹോൺ അടിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു ഒഫൻസ് ആണ്. അതായത് നമ്മൾ ഒഫൻസ് എന്നല്ല, ഒഫൻസീവായിട്ടാണ് അവർ അടിക്കുന്നത്. പച്ചക്ക് പറഞ്ഞാൽ തന്തക്ക് വിളിക്കാനാണ് ഹോൺ വെക്കുന്നതായിട്ടാണ് അവിടെ ഹോൺ അടിക്കാണ്. ഇവിടെ ആരും ഹോൺ അടിച്ച് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്താണ്, വളവ് തിരിയുമ്പോൾ ഒരു ഹോണ്, ഇവിടെ അതൊന്നുമില്ല. ഒരു ജംഗ്ഷനിൽ വന്നാൽ. കാരണം എനിക്ക് തോന്നുന്നത് ഇത് 100% ആൾക്കാർ 100% അവർ ലോ പാലിച്ചാണ്. ഒരാൾ ലോ തെറ്റിക്കുമെന്ന് ഉറപ്പുള്ളപ്പം ജസ്റ്റ് ഒന്ന് ഹോൺ അടിക്കും. അപ്പൊ അത് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. അതായത് ഇപ്പൊ നമ്മളൊരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഹോൺ അടിക്കണം നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് പറയുന്നത് എന്തുകൊണ്ടാണ്, ആൾക്കാർ വെച്ച് കീറി വരുമെന്നുണ്ട്. ഇവിടെ ജംഗ്ഷനിൽ ആരും വെച്ച് കീറി വരത്തില്ല. അവിടെ പ്രയോറിറ്റി ഉണ്ട്. ആർക്കാണ് പ്രയോറിറ്റി എന്ന് റോഡ് മാർക്കിംഗ് അറിയാൻ പറ്റും. ഒരാൾക്ക് ഗിവ് വേ ലൈൻ ഉണ്ടെങ്കിൽ അവര് ഗിവ് വേ ലൈനിൽ നിർത്തും എന്നുള്ള 100% ബോധ്യത്തിൽ മറ്റേ ആൾക്ക് ഹോൺ അടിക്കുമോ നിർത്തേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കൾച്ചറൽ ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. അല്ല, അങ്ങനെ ചെയ്തില്ലേ പോയിന്റ് പോകും. ആ പേടിച്ച് നമ്മള് 100% നമ്മള് ലോ ഇപ്പൊ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം വരുമ്പോൾ സമയത്ത് 6 ഭാഗത്തെ മിസ്റ്റേക്ക് എന്നുള്ളൊരു പോലീസ് എൻക്വയറി ഉണ്ടാവും. ആ സമയത്ത് നമ്മള് പെടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോയിന്റും കുറയും, നമ്മുടെ പൈസയും പോവും, നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ടും കൂടും. അതെ. അപ്പൊ അതൊരു പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സൈനുകളുടെ ഒരു കൺഫ്യൂഷനും ആദ്യം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് മനസ്സിലാകത്തില്ല ഈ സൈനുകളൊക്കെ. ഇതൊക്കെ എന്ത് സാധനം. അത് ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ എത്ര സൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 40 സൈൻ. പക്ഷെ ഇവിടെ 100 സൈനുകളുണ്ട്. നമുക്കത് മനസ്സിലാക്കാനുള്ളൊരു പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൂട്ടില്ല, ഈ വെതർ കണ്ടീഷൻസ് ഒരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് മഞ്ഞ്, പിന്നെ ആലിപ്പഴം ഒക്കെ വീഴുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ആക്സിഡന്റ് പറ്റാനുള്ള ചാൻസ്. വിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മള് തമാശകളി വിൻഡല്ല കേട്ടോ. ഞാനൊരു സമയത്ത് മോട്ടോറെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തിരുന്ന് നമ്മുടെ വണ്ടിക്ക് കാറ്റ് പിടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് സ്റ്റിയറിങ് എനിക്കൊന്ന് കൂടിയിരിക്കുന്നവർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ പോയപ്പോഴില്ല, മാഞ്ചസ്റ്ററിൽ ഒരു എയർപോർട്ടിൽ നമ്മളൊരു ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്ത് സ്റ്റിയറിംഗ് ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും വണ്ടി പാളി പൊക്കോണ്ടിരിക്കണം. അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ ചില സമയത്ത്. അപ്പൊ അതൊക്കെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളിവിടെ വണ്ടി ഓടിക്കുന്ന സമയത്ത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ റോഡില് നമ്മുടെ നാട്ടിൽ ഉള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു ഇപ്പം അഗ്രികൾച്ചർ ഫീൽഡിന്റെ ഒരു ഏരിയ ആണെങ്കിൽ, ഇപ്പം കൃഷിയൊക്കെ നടക്കുന്ന ഒരു അതിന്റെ നടുക്കൂടെ നമ്മൾ പോകുന്നത്, മെയിൻ റോഡിൽ കൂടെ പോവുക. അപ്പൊ അതില് നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. കാരണം എപ്പോൾ വേണേലും ഫാമിൽ നിന്നുള്ള വണ്ടികളും ട്രക്കുകളൊക്കെ വരാം. അതുപോലെ തന്നെ ഇവിടെ കാട്ടിക്കൂടെ പോണേ കാട്ടിക്കുള്ള മാന് ഇതുണ്ടാവും കേട്ടോ, വാണിംഗ് സൈൻസ് ഉണ്ടാവും. വാണിംഗ് സൈൻസിലുണ്ട്. കല്ലുരുണ്ട് വീഴാൻ ചാൻസ് ഉണ്ട്, കല്ലുരുണ്ട് വീഴാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ബോർഡ് സൈൻ നോക്കി വേണം പോകാൻ. അതുപോലെ തന്നെ ഇവിടെ കുതിര റോഡിൽ കൂടെ നമ്മൾ ഓടിച്ചു നടക്കാറുണ്ട്. റൈഡിങ് ഉണ്ട്, ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അപ്പൊ അവർക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ബൈസൈക്കിൾസ് ഇഷ്ടം പോലെ ബൈസൈക്കിൾസ് ഉണ്ട്. അപ്പം അവർക്കുള്ള സ്പേസ് നമ്മൾ ഇട്ടിട്ട് വേണം സ്പീഡ് കുറച്ച് വളരെ സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ പയ്യെ വേണം മുന്നോട്ട് നീങ്ങാൻ. പിന്നെ UK വണ്ടി ഓടിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നമല്ല, നമ്മൾ ഇന്ത്യക്കാർ വരുന്ന സമയത്ത് നമ്മുടെ NH നാഷണൽ ഹൈവേയിലൊക്കെ നമ്മുടെ സ്പീഡ് ലിമിറ്റ് 70 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 35 മൈൽ പെർ അവർ ഒക്കെയാണ് വരുന്നത്. 35 മൈൽ പെർ അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ റോഡിൽ നമ്മൾ ഓടിക്കുന്ന സ്പീഡാണ്. അതായത് നമ്മൾ അതിലേ പോകുന്നത് എത്രയാ, 70 മൈൽസ് പെർ അവർ. നമ്മുടെ നാട്ടിൽ 120 കിലോമീറ്റർ നാഷണൽ ഹൈവേ പോലത്തെ മോട്ടോർവേയിൽ നമ്മൾ പോകുന്നത് 120 കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ അത്രയും സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടോർവേ കയറി വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എവിടെയെങ്കിലും സൈഡിൽ നിർത്തിയിട്ടിട്ട് പോകുന്ന വണ്ടിയുടെ സ്പീഡ് നോക്കണം. റോക്കറ്റ് പോകുന്ന പോലെ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിങ്ങിന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് അത്യാവശ്യം പക്ഷെ നമ്മളിവിടെ ഓടിക്കുമ്പോൾ റോഡെല്ലാം വീതി ഉള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാകത്തില്ല. 30 എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 50, 60, 55 കിലോമീറ്റർ പെർ അവറിലാണ് നമ്മൾ പോകുന്നത്. 40 എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ എന്താ പറയുക, നമ്മുടെ
നമ്മുടെ നാട്ടിൽ ഓടിക്കുന്ന മാക്സിമം സ്പീഡ് ലിമിറ്റ് ആയി, മാക്സിമം 40 മൈൽസ്. അതെ അതെ. അപ്പം അത്രയും ചീറിപ്പാഞ്ഞാണ് ഇവിടുത്തെ വണ്ടികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് സംഭവിക്കാനും ഇപ്പം മോട്ടോർവേയിലൊക്കെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാറുമ്പോഴും ഇടി ചിലപ്പോൾ സംഭവിക്കും. ഇപ്പൊ നമുക്ക് റൈറ്റിലേക്ക് തിരിയണം, നമ്മൾ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ലൈനിലാണ് പൊക്കോണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുമ്പം പുറകെ വരുന്ന ആള് നല്ല സ്പീഡ്, കാരണം എല്ലാവരും 70 എന്ന് പറഞ്ഞാൽ 70 എന്ന് പറയുമ്പോൾ 70 എന്ന് കേട്ടാലും 120 km/h എല്ലാവരും പോക്കറ്റ് വരുന്നോട്ടാണ് എല്ലാവരും വരുന്നത്. അതായത് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ പുറകിന് വരുന്നൊരു 3-4 വണ്ടിയെങ്കിലും ഇടിച്ച് ചന്നം പിന്നെ അത്ര സ്പീഡിലാണ് എല്ലാവരും വരുന്നത്. നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 2 കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം പോകാൻ, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ലൈൻ മാറുമ്പോൾ. ഇപ്പൊ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതായത് UK 70 mile/h പോകുന്ന ഒരാൾക്കാർ 24 കാർ ഡിഫറൻസ് ചെയ്യാൻ, അതായത് ഫ്രണ്ടിലെ കാറുമായിട്ട് 24 കാർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ടിലെ കാർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടിയാൽ കിട്ടത്തുള്ളൂ. 24 കാർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്തോരം ദൂരം നോക്കും. നമ്മളൊക്കെ ഇങ്ങനെ ഉമ്മ വെച്ചാ പോകുന്നത്, മോട്ടോറിൽ ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതൊക്കെ തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെ പോകാറില്ല, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ലോ പറഞ്ഞാൽ 24 കാർ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം 70 മൈൽസ്/h പൊക്കോണ്ടിരിക്കുന്ന മോട്ടോർ വേയിൽ. അപ്പം അതൊരു സീനാണ്. അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പലർക്കും മോട്ടോർ കണ്ടു കഴിഞ്ഞാൽ ഹരമാണ്. അതായത് വെച്ച് കീറി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുക്കത്തെ ലൈനിൽ കൂടെ കയറിയിട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കും. അപ്പം കുറെ ദൂരമായി കഴിയുമ്പോഴും ഈ മിഡിൽ ലൈൻ മൂവേഴ്സ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഈ മിഡിൽ ലൈൻ മൂവേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം നോക്ക്, ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ. ഇവിടെ എപ്പോഴും റൂള് പ്രകാരം തിരക്കില്ലെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് ലൈനിലോട്ട് പറഞ്ഞു. അപ്പം നമ്മൾ നടുക്കുന്ന തന്നെ പൊക്കോണ്ടിരിക്കും. ഇവിടെ ഒരു വണ്ടി വരും, ഈ വണ്ടിക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ, ഈ വണ്ടി സ്ലോ ആണെങ്കിൽ ഇതിനെ ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത്, ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇയാളെ ഓവർടേക്ക് ചെയ്ത് ഇതിന് മുന്നിൽ വന്ന് ഇയാളെ മുന്നിൽ ഇങ്ങനെ പോയിട്ട് വീണ്ടും ലെഫ്റ്റ് വരണം. അപ്പോൾ ഈ ഒരാള് ഈ വണ്ടിയെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2 പിന്നെ 3, 4 വട്ടം ലൈൻ മാറണം. ഈ 4 വട്ടം ഹസാർഡാണ്. 4 വട്ടം ഹസാർഡാണ്. അപ്പോൾ ഓരോ വട്ടം ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴും ഓരോ ഹസാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ലൈനിൽ സ്റ്റിക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോങ് ടേമിൽ പോലീസിന്റെ ക്യാമറ അല്ലേ, സ്പീഡ് ക്യാമറ അല്ല, പോലീസിന്റെ ക്യാമറയിൽ മിഡിൽ ലൈൻ മൂവേഴ്സിനെ കാണുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും അത് അറിയത്തില്ല. ഈവൻ ഫുൾ ലൈസൻസ് ഉള്ള ആളുകൾക്കും അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയില്ല. മിഡിൽ ലൈൻ മൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹസാർഡാണ്. അപ്പോൾ എപ്പോൾ സ്പേസ് കിട്ടിയാലും ലെഫ്റ്റ് ലൈനിലോട്ട് മാറുക, അതൊരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവിംഗിന്റെ ഭാഗമാണ്. അപ്പം അത് കീപ്പ് ചെയ്യുന്നതോട് ഒരു ഗുണമുണ്ട്. നമുക്കൊരു എമർജൻസി ആരെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ലൈനിൽ കൂടെ പോവാതെ നമുക്ക് റൈറ്റ് ലൈൻ കീപ്പ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇവരെ ഓവർടേക്ക് ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം ഇത് പറഞ്ഞാൽ നമ്മൾ എല്ലാം ലെഫ്റ്റ് ലൈനിൽ പോയി ഈ വണ്ടി ഓവർടേക്ക് ആണെങ്കിൽ നമ്മൾ കയറി മുന്നിൽ പോയി ഇവരുടെ ഫ്രണ്ടിൽ പോയി ഓവർടേക്ക് ചെയ്തു. ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിലും വേറൊരു വണ്ടി സ്ലോ ആയിട്ടാകുന്നുണ്ടെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്ത് ഈ ഇവിടുത്തെ വണ്ടികളെ ഓവർടേക്ക് ചെയ്യുന്ന സ്പീഡ് കഴിഞ്ഞ് ഒരേ സ്പീഡിൽ പോകുന്ന സമയം എത്തുമ്പോൾ ഒന്നുകിൽ ബാക്കിൽ വന്നിട്ട് ഇവരുടെ ബാക്കിൽ കയറുക, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാൻ ഞാൻ പറയത്തില്ല, നല്ല സ്പീഡ് കൂട്ടിയിട്ടെങ്കിലും ഇവരുടെ മുകളിൽ കയറി ഈ അറ്റത്തെ ലൈനിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിന്റെ ഭാഗം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂട്ടുന്നത് ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അതിന് നല്ലത് ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ ലൈൻ മാറിയിട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയാണ്. അപ്പൊ ഇവര് കുറച്ച് സ്പീഡ് കുറച്ച് തരും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ സാധാരണ സ്പീഡ് കയറ്റാതിരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ അത് മാത്രമല്ല, പോലീസുകാർ ഈ പറഞ്ഞ ഓരോ മോട്ടോർവേയിലും പാത്തിരിക്കാറുണ്ട് കറക്റ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുവരും. ചിലപ്പം ഈ പോലീസിന്റെ വണ്ടിയിലായിരിക്കത്തില്ല, അല്ലാത്ത വാനിനകത്തൊക്കെ ക്യാമറ വെച്ചിട്ട് പാത്തിരിക്കാറുണ്ട്. സോ അങ്ങനെയൊക്കെ ഒത്തിരി കിട്ടാറുണ്ട്. എനിക്കൊരു പോയിന്റ് കിട്ടി, അത് 40ന്റെ റോഡിൽ 45 എങ്ങാണ്ട് കിട്ടി. ഞാൻ പിന്നെ സ്പീഡിങ് അവയർനെസ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇവിടുത്തെ റൂളിന്റെ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ പറയുന്നത് 2 നാടിനെയും പൊക്കിയും താത്തും അങ്ങനെ പറയുന്നതല്ല കേട്ടോ, വ്യത്യാസങ്ങൾ പറയുന്നതാണ്. അതായത് എനിക്കുണ്ടായ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ. പക്ഷെ എല്ലാ റൂളും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത കാലത്ത് നിന്ന് ഇവിടെ 1992 ആണ്, ഒരുപാട് ട്രാൻസിഷൻസ് വന്നിട്ടുണ്ട്, പുതിയ കുറേ ലോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ ലോസ് ആഡ് ചെയ്ത് പുതിയ ട്രാഫിക് റൂളുകൾ സ്ട്രിക്റ്റർ ആക്കി കൂടുതൽ ലെയിൻ സിസ്റ്റം കൊണ്ടുവന്നു. അങ്ങനെ പുതിയ അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവന്നു. അപ്പൊ അതുമായിട്ടെല്ലാം നമുക്ക് നാട്ടിലെ സിസ്റ്റം ഇപ്പോഴും പഴയ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് ഏറെക്കുറെ പോകുന്നത്. ഉണ്ടില്ലെന്നല്ല. ഇപ്പൊ NH വരുന്നുണ്ട്. NH ഇപ്പൊ പുതിയ പണി തീർന്നു കഴിയുമ്പോൾ ഒരിടത്തുനിന്ന് കയറി കഴിഞ്ഞാൽ അവിടുന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ UK പോലെ അടുത്ത ഒരു 5-6 കിലോമീറ്റർ അപ്പുറമുള്ള എക്സിറ്റ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നാട്ടിലും വരുന്നുണ്ട്. പക്ഷെ നാട്ടിൽ വരുന്നതേ ഉള്ളൂ, ഇവിടെ വന്നിട്ട് വർഷങ്ങളായി.
സോ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ രാജ്യത്ത് വരുമ്പോൾ ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിൽ നിന്ന് റൈറ്റ് ഹാൻഡ് ഡ്രൈവിലോട്ട് പോകുന്ന സമയത്ത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരത്തില്ലേ? അപ്പൊ അതുപോലത്തെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണ് യു കെയിലോട്ട് വരുമ്പോൾ. മേജർ ഡിഫറൻസുകൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ലൈസൻസ് എടുക്കുക, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരുപാട് ഇതുപോലുള്ള സ്കാമുകളിലും ഒക്കെ പെടുന്നത്. ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക. ഇപ്പം തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ഇപ്പം എനിക്ക് തേർഡ് പാർട്ടി ഉള്ളൂ, അതായത് എനിക്ക് വേറെ ഒരാളെ വണ്ടി ഓടിക്കാൻ ഇതില്ല, റൈറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ചെറിയുടെ വണ്ടി എടുത്തുകൊണ്ട് പോയി വണ്ടി ഇടിച്ചു, അതിൻ്റെ പേര് കേസായി. അപ്പം കേസാവുന്നതല്ല ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ് പ്രശ്നം. ഞാൻ പോയി ഇടിക്കുന്ന ഇപ്പം ഏതെങ്കിലും ഒരു റേഞ്ച് റോവറാന്ന് വെക്കുക, ആ വണ്ടി കംപ്ലൈൻറ്റ് പറ്റി അവർ റൈറ്റ് ഓഫ് ചെയ്ത് ആ വണ്ടിയുടെ 80,000 എമൗണ്ട് ഞാൻ കൊടുക്കണം. മനസ്സിലായി? അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അവരുടെ ഹെൽത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റി അവർക്ക് ഇനി അടുത്ത ഒരു 20 വർഷത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ 20 വർഷം അവർക്ക് ജോലി ചെയ്യുന്ന കാശ് നമ്മൾ കൊടുക്കണം. അപ്പം ഈ കാശെല്ലാം നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? അപ്പം അതുകൊണ്ടാണ് ഇൻഷുറൻസിന്റെ പ്രാധാന്യം. ഇപ്പം നമ്മൾ പറയുന്ന ഒരു വണ്ടി ഇടിച്ചു അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതല്ല, ഇവിടെ നിയമപരമായിട്ട് ഒരുപാട് കുരുക്കളുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതുകൊണ്ട് ആരും കഴിയുന്നത് നിയമം തെറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ മര്യാദയ്ക്കൊക്കെ ഓടിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ റാഷ് ഡ്രൈവിങ്, നമ്മുടെ നാട്ടിലെ കൊടുത്ത റാഷ് ഡ്രൈവിങ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എത്രയോ പേര് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷുകാർ തന്നെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക, വള്ളി പിടിക്കാതിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തോ PR അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഒക്കെ ഇതൊക്കെ ക്രിമിനൽ കേസായിട്ടൊക്കെ നമ്മുടെ പേരിൽ തന്നെ DBS ഒക്കെ ഒരു കമ്പനി ചെല്ലുമ്പോഴത്തേന് അവർ ആദ്യം നോക്കുന്നത് DBS ചെക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ക്രിമിനൽ കൺവിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ഒരു വർഷം 1.5 വർഷം മുമ്പ് നമ്മുടെ ലീഡ്സിൽ തന്നെ, ഞങ്ങൾ ലീഡ്സിലാണ് താമസിക്കുന്നത്, ലീഡ്സിൽ തന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ വെച്ച് കീറി വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു പെണ്ണിനെ ഇടിച്ചു കൊന്നു. മലയാളിയായിരുന്നു കൊച്ച്. ആ കൊച്ചിനെ ഇടിച്ചു കൊന്നു. അതായത് അവൻ ആ കൊച്ചിനെ ഇടിച്ചു കൊല്ലാൻ വേണ്ടി വന്നതൊന്നുമല്ല, അവൻ റാഷ് ഡ്രൈവ് ചെയ്ത് വെച്ച് കീറി വന്നതാണ്. വണ്ടിയുടെ കൺട്രോൾ പോയി. ഈ സ്പീഡിൽ പോകുന്ന ആൾക്കാർക്കെല്ലാം ഒരു തിയറി ഉണ്ട്, ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി തെന്നിപ്പോകത്തില്ലെന്ന്. അതായത് ആ തെന്നിപ്പോകുന്ന പോയിന്റ് വരെ നമ്മുടെ കയ്യിൽ നിന്ന് കാറിന്റെ കൺട്രോൾ വിട്ടു പോകുന്ന ദിവസം വരെ നമ്മൾ അത് വിശ്വസിക്കും. അത് പോയി കഴിയുമ്പോൾ മനസ്സിലാവും, ഇതിനങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന്. ലോകത്തിൽ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല, ആ റോഡ് മോശമായിരിക്കും, ചിലപ്പോൾ തെന്നി കിടക്കുന്ന റോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹമ്പ് മതി, അല്ലെങ്കിൽ ഒരു കട്ടർ മതി. ഇപ്പൊ നമ്മളറിയാത്ത എന്തെങ്കിലും, നമ്മൾ അറിയാതെ ഇപ്പൊ വണ്ടി കേടായാലും മതി, നമ്മളറിയാത്ത എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനകത്ത് അഫക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന സ്ഥലത്ത് വണ്ടി നിൽക്കണം എന്നല്ല, നമ്മുടെ മനസ്സ് പറയുന്ന സ്ഥലത്ത് വണ്ടി നിൽക്കണം പോകുന്ന ആളോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന ആളോ ഫ്രണ്ടിൽ പോകുന്ന പുറകെ ആരുടെ കുഴപ്പം കൊണ്ടും നമുക്ക് പറ്റാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് വേണ്ട പരിരക്ഷകൾ തരുന്ന ഒരു രാജ്യം തന്നെയാണ് UK. ഇപ്പം കഴിഞ്ഞ ദിവസം എന്റെ വണ്ടിയിൽ നിന്ന് എന്റെ ലൈസൻസ് ആൾക്കാർ അടിച്ചോണ്ട് പോയി. അന്നേരം അവരെവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയി യൂസ് ചെയ്തു. എന്റെ ലൈസൻസ് അല്ല, ക്രെഡിറ്റ് കാർഡ് പ്രൈസ് ഫുള്ള്. അപ്പോൾ എനിക്ക് 500 പൗണ്ടോളം പോയി. പക്ഷെ നമ്മൾ ആ കറക്റ്റായിട്ട് ലീഗൽ പാത്ത് വേ കൂടെ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബാങ്കുകാരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ഫുൾ ക്യാഷ് എനിക്ക് തിരിച്ചു തന്നു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ്, നമ്മുടെ സൈഡ് ക്ലിയർ ആണെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. നാട്ടിലെ കൂട്ട് പോയിട്ട് പിന്നെ അടുത്ത വെള്ളിയാഴ്ച എല്ലാ മാസം വെള്ളിയാഴ്ച ഉണ്ടല്ലോ, അല്ലെ അടുത്ത 2-ാം തീയതി എന്ന് പറയുന്നത് ആ പരിപാടിയല്ല. ഇവിടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സിസ്റ്റം തന്നെയാണ്. അതായത് നമ്മളെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനെ ചെറിഷ് ചെയ്യുക. അതിനെ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ നിയമം പാലിച്ച് പോകുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു രാജ്യത്ത് വരുന്നതല്ല, നമ്മുടെ രാജ്യത്തായാലും നമ്മൾ നന്നായിട്ട് ജീവിക്കുക, അല്ലേ, നമ്മൾ നല്ലൊരു പൗരനായിട്ട് മാറുക, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ് സത്യം. പിന്നെ നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ഒന്നാമത്തെ ഒരു പ്രൂഫാണ്. നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പം ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. പിന്നെ ഇതിപ്പോ 10 വർഷത്തേക്കാണ് നമുക്ക് കിട്ടും. അത് നമുക്ക് ഇവിടുന്ന് പോയാലും നമുക്ക് UK ലൈസൻസ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ. ഇപ്പൊ നമ്മൾ ദുബായിലൊക്കെ പോയാലും നമുക്ക് ചേഞ്ച് ചെയ്താൽ എടുക്കണ്ട. UK ഡ്രൈവിംഗ് ലൈസൻസിന് അത്ര, ഇപ്പൊ ഈ ദുബായ് ലൈസൻസ് എടുക്കാൻ ഭയങ്കര പാടാണ്. UK ലൈസൻസ് അത്ര പാടുണ്ട്, ഐ മീൻ പാടില്ലെന്ന് ഞാൻ പറയത്തില്ല, ദുബായ് ലൈസൻസിന് അത്രയും പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഒരുപാട് പവർഫുൾ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. സോ അതിനെ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. UK അതുപോലെ എനിക്കൊരു അപേക്ഷയുണ്ട്, വന്ന ഉടനെ ഈ ഒരു കൊല്ലം ഡ്രൈവിംഗ് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടല്ലോ, അത് വെച്ച് ഓടിക്കാം എന്ന് കരുതാതെ എത്രയും പെട്ടെന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാനത് 1 വർഷം ഉണ്ടല്ലോ, അതിപ്പോ പയ്യെ എടുക്കാം എന്ന് ചിന്തിച്ചു പോയി. ഉടനെ വണ്ടി എടുത്തില്ലെങ്കിലും നിങ്ങളുടെ 1 വർഷമെങ്കിലും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് അത്രയും കുറയും. അതെ. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാനായാലും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഡ്രൈവിംഗ്. നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ ഇത്രയും പെട്ടെന്ന് കിട്ടും. കാരണം ഇതൊരു സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഒരു 6 to 8 months എടുക്കും.
അതായത് ഒന്നാമത്തെ കാര്യം ഇതിന്റെയൊക്കെ ഡേറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര പാടാ. ഇപ്പൊ സപ്പോസ് ഒന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഡേറ്റ് കിട്ടാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കും. എനിക്കതാ പറ്റിയത്. എനിക്ക് ഒന്ന് എഴുതിയിട്ട് കിട്ടിയില്ല, ഞാൻ തിയറി എഴുതി, ഒന്ന് കിട്ടിയില്ല, പിന്നെ കിട്ടിയത് എനിക്കൊരു 4 മാസം 5 മാസം കഴിഞ്ഞിട്ടാ. അപ്പം അതാ ഡിഫറൻസ്. ആദ്യം കിട്ടിയത് 6 months, അതായത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 3-4 മാസം കഴിഞ്ഞ് അടുത്ത കിട്ടിയത്, പിന്നെ എനിക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ കിട്ടി. അങ്ങനെ ഡേറ്റുകളുടെ ഒരു ഡേറ്റ് കുറച്ച് അതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. എല്ലാം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ 1 വർഷം ലൈസൻസ് ഇല്ലാതെ ഇരിക്കേണ്ടി വരും. അപ്പം വരുമ്പോൾ തന്നെ വലിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും പെട്ടെന്ന് എഴുതി കിട്ടും കേട്ടോ. അത് ഓരോ എനിക്ക് ഉണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം. അത് 2 മാസം നമ്മുടെ സമയം പോലെ ഇരിക്കും. നമ്മളിപ്പോ ലക്ക് ഫാക്ടറിനെ കാര്യമാണ് നമുക്ക് വരുന്ന ചോദ്യങ്ങളുടെ സത്യം. ചിലർക്ക് കുറച്ചുകൂടെ ഈസി ചോദ്യങ്ങൾ വരാറുണ്ട്, ചിലർക്ക് കുറച്ച് പാട് വരാറുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം എഴുതേണ്ടി വന്നു. അല്ല ഇപ്പൊ എന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിന്റെ കഥ പറയാം. എന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് ഞാൻ പോയ സമയത്ത് എന്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്നെ കൊണ്ടുപോയ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്നോട് പറഞ്ഞു, നീ പാസ് ആവത്തില്ല, നീ ടെൻഷൻ ആവണ്ട, നീ ഒരു പ്രാക്ടീസ് ആയിട്ട് കണ്ടാ മതി, എന്തായാലും ടെസ്റ്റ് എടുത്തല്ലോ, അപ്പം നീ ഒരു ഫണ്ണല്ല ഒരു ലെസണായിട്ട് കണ്ടാൽ മതി ഇതിനെ, അപ്പൊ ഇവിടെ നിനക്ക് തെറ്റ് പറ്റുന്ന അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ദൈവം നേരിട്ടിറങ്ങി വന്നാലേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ, പ്രാർത്ഥിച്ചുകൊണ്ട് കയറുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി. അപ്പൊ അന്ന് ദൈവം കൂട്ടുണ്ടായിരുന്നു. ലക്ക് ഫാക്ടർ എന്ന് ഞാൻ ആൾക്കാർക്ക് പറയാം, ഞാൻ ദൈവഭാഗ്യം എന്ന് പറയുന്നു. അന്ന് രക്ഷപ്പെട്ടു. അന്ന് എൻ്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ പാസ്സാകത്തില്ലെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പാസ്സായി. അത് ഭാഗ്യമൊന്നല്ലാതെ റോഡിന്റെ എനിക്കൊന്നൊരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സമയം സ്കൂള് വിടുന്ന സമയമോ സ്കൂൾ തുടങ്ങുന്ന സമയം സ്കൂൾ വിടുന്ന സമയം ഒത്തിരി പിള്ളേർ റോഡിലുണ്ടാവും. അപ്പം ഇവരൊക്കെ ഹസാർഡാണ്. ഐ മീൻ ഇറങ്ങി ചാടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇവർ ഇറങ്ങി ചാടി നമ്മൾ കറക്റ്റായിട്ടല്ല ചവിട്ടി അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തോറ്റുപോകാൻ ചാൻസ് ഉണ്ട്. കഴിവതൊരു ഒരു 12 മണിക്കും 2 മണിക്കും ഒക്കെ ഇടയ്ക്കാണെങ്കിൽ പെർഫെക്റ്റ് ടൈമാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു നല്ലൊരു സമയമാണ്. എൻഡ് ഓഫ് ദ ഡേ ഭാഗ്യം ഇതിനകത്ത് വലിയൊരു ഫാക്ടറാണ്. അത് നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യം കാര്യമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ 100% പറഞ്ഞു ഞാൻ പാസ്സാകത്തില്ലെന്ന്. പക്ഷെ ഞാൻ പാസ്സായി. അത് എൻ്റെ കഴിവാന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക. അന്നും വിശ്വസിക്കുന്നില്ല, എന്നും വിശ്വസിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം. ഞാൻ 18 വയസ്സ് മുതൽ ഓടിക്കുന്നതാണ്. ഞാൻ നാട്ടിൽ അറിഞ്ഞം പറഞ്ഞു ഓടിച്ചുകൊണ്ടിരുന്നതാണ്. UK-ലും അറിഞ്ഞം പറഞ്ഞു ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായത് ഞാൻ പറഞ്ഞു അത്ര കോൺഫിഡൻസ് നശിച്ചിട്ടാണ് ഞാൻ ഇതിന് പോയത്. കാരണം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ മുഖത്തൊക്കെ പറഞ്ഞ് കിട്ടത്തില്ല. പുള്ളി പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഞാൻ ബ്ലൈൻഡ് സ്പോട്ട്സ് ചെക്ക് ചെയ്യുന്നില്ല. അത് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ബ്ലൈൻഡ് സ്പോട്ട്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. എൻ്റെ പ്രധാന പ്രശ്നം ഞാൻ ബ്ലൈൻഡ് സ്പോട്ട്സ് ചെക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അവിടെ കയറിയപ്പം വളരെ മനഃപൂർവ്വമാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച്. പക്ഷെ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ടെക്നിക്സ് ഫോളോ ചെയ്തു, പിന്നെ നമ്മൾ കഴിയുന്നത് നമ്മൾ ചെയ്യാവുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്തു. ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ വന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൾക്കാർക്ക് അത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ UK-ലെ കാര്യങ്ങൾ. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇത് തന്നെ മെയിൻ സംഭവം ഇതായിട്ടുള്ള ഇതൊക്കെ ഞാൻ വീണ്ടും പറയാണ്. ഇതൊക്കെ ഞാൻ കണ്ടൊരു വ്യത്യാസമാണ്. ഇതാ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ കുറച്ച് കാണാനോ ഒരു രാജ്യത്തെ കൂട്ടിക്കാണാനോ അങ്ങനെ ഒന്നും അല്ല. ഇത് ഞാൻ നാട്ടിൽ കുറേ വർഷം ഓടിച്ചു. ഒരു 13 വർഷം ഏകദേശം ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് 13 years നാട്ടിൽ ഓടിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് ഉണ്ടായ അനുഭവങ്ങൾ, അതായത് നാട്ടിലെയും ഇവിടുത്തെ ആയിട്ടുള്ള വ്യത്യാസം, അത് പിന്നെ ഓരോ രാജ്യവും ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പം അതൊക്കെയുള്ള ഞങ്ങൾ ഇന്നത്തെ ഒരു ടോട്ടൽ പോഡ്കാസ്റ്റ്. UK-ലെ ഡ്രൈവിംഗ് ലൈസൻസ് എന്താണെന്നും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നും എന്തൊക്കെ കോണിഷ്ടുകളാണ് ഇവിടെ ഉള്ളതെന്നും പിന്നെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഡിസ്കഷൻ, നമ്മുടെ ഒരു ചെറിയ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ വൈൻഡപ്പ് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങൾ ഇന്ന് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനിയൊരു വീഡിയോ കാണാം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.